ഇതോ കണ്ട അതാണ് അമ്പലം. ഒരു തലമുറയിലെ അത്രയും പഴക്കം ഈ ഒരു കുളത്തിനുണ്ട്. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്. ഈ വ്ളോഗ് തുടങ്ങുന്നത് ഇന്നലെയാണ്. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്. രാവിലെ തന്നെ കുളിച്ച് സെറ്റായി വന്നപ്പോൾ നല്ല കട്ട മഴ കാണിച്ചു തരാം. വെളുപ്പാൻ കാലത്തെ തുടങ്ങിയ മഴയാണ്. പക്ഷേ അപ്പോൾ ഇന്നത്തെ കലാപരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിൽ പോകണം ഗൈസ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ബസ് കയറി നേരെ ട്രിവാൻഡ്രം പോകാം. ഏതമ്പലം എന്ന് ഞാൻ പോണ വഴി പറയാം. അപ്പോൾ നമ്മളെ ജേർണി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ നമുക്ക് പോവാം. കുടയുണ്ട് എൻ്റെ കയ്യിൽ, ബാഗിൽ തന്നെ. കുടയും പിടിച്ച് നമുക്ക് നേരെ പോവാം. ഗൈസ് ഫൈനലി നമ്മൾ തമ്പാനൂർ എത്തിയിരിക്കുന്നു. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരങ്ങളുണ്ട്. അതായത് ഇവിടുന്ന് നേരെ കിഴക്കേക്കോട്ട വരെ പോകണം. അത്രയും ദൂരം പോയാൽ മാത്രമേ നമുക്ക് ഇനിയിപ്പോൾ അമ്പലത്തിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് നമുക്ക് അപ്പുറം പോകണം. രണ്ട് സൈഡും വണ്ടിയാണ്. വണ്ടിയൊക്കെ ഞാൻ കുറേ നാളായി സിറ്റിയിലോട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഞാൻ ഇങ്ങനെ കയറി നിൽക്കുന്നു. ഓക്കെ ഗൈസ് ഫൈനലി നമ്മൾ ക്രോസ് ചെയ്തിരിക്കണം. നേരെ ഇവിടുന്ന് കുറച്ച് നേരെ നടന്ന് പോകണം. അതായത് ഞാൻ ഇപ്പോൾ എക്സാക്ട്ലി വന്നിറങ്ങിയ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്പാനൂരാണ്. നമുക്ക് നേരെ കിഴക്കേക്കോട്ട വരെ നടന്നു പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് അമ്പലത്തിൽ പോയി എത്താൻ പറ്റൂ. ഗൈസ് അപ്പോൾ ഞാൻ നടന്ന് എവിടെയൊക്കെ ഇവിടെ എത്തിയെന്തോ. ഞാൻ തുടക്കത്തിലെടുത്ത് ക്യാമറ എടുത്ത് വെച്ചപ്പോൾ ഭയങ്കര ഒരു നെർവസ്നെസ് എനിക്ക് ഫീൽ ചെയ്ത്. കാരണം എന്ന് പറഞ്ഞാൽ കുറേ നാളെ വ്ളോഗ് ചെയ്റ്റ് പിന്നെ ഇപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് കിട്ടിയപ്പോൾ എന്താണ് വലിയ പ്രശ്നമല്ല. നമ്മളിപ്പോൾ ഡെയിലി ചെയ്യുന്ന ഒരു സംഭവമില്ല. ഡെയിലി നമ്മൾ ചെയ്ത് ഇമ്പ്രൂവ് ആയി പോയാൽ മാത്രമേ നമുക്ക് എന്താണ് ആ ഒരു കോൺഫിഡൻസ് നമ്മളിലേക്ക് വരുള്ളൂ. അതുകൊണ്ട് ഡെയിലി ബേസിൽ ഇങ്ങനെ ചെയ്ത് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ വ്ളോഗിങ്ങിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലോട്ട് ചെന്ന് എത്താനായിട്ട് പറ്റണം. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങിയ കട്ട മഴയായിരുന്നു. ഇവിടെ മഴയില്ല, മഴ പെയ്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്തായിട്ടുള്ള ഒരു സംഭവം ഇല്ല, മഴയും ഇല്ല. ഇപ്പോഴും ഞാൻ വിചാരിച്ച് എന്തായാലും നമുക്ക് പോയി നോക്കാം. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കട്ട മഴയായിരുന്നു. ഇവിടെ മഴയും ഇല്ല, ഒരു സംഭവം ഇല്ല. ദൈവമേ, കുറെ നാളായി വരാതിരുന്നിട്ട് വന്നപ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ്. ഏകദേശം നമ്മൾ അമ്പലം എത്താറായി. ഞാൻ കാണിച്ചു തരാം. നമ്മൾ നമ്മൾ ഇന്ന് വരാൻ വേണ്ടി ഉദ്ദേശിച്ച അമ്പലം എന്ന് കാണിച്ചു തരാം. അതിന്റെ ഫ്രണ്ട് എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അമ്പലമായിരിക്കും. എന്തായാലും നമ്മളെ വ്ളോഗിൽ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് കാണിക്കുന്നത്. അത് ഫസ്റ്റ് ടൈം കാണിച്ചു തരാം. ഇവിടുന്ന് ക്രോസ് ചെയ്ത് അപ്പുറം പോകണേ. ഇതോ കണ്ട കഴിച്ച് അതാണ് അമ്പലം. നമ്മൾ അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ക്രോസ് ചെയ്ത് പോകാൻ കഴിയും. സീബ്ര ക്രോസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിന്റെ ഫ്രണ്ട് എത്തിയിരിക്കുന്നത് കാണിച്ചു തരാം. കണ്ടില്ലേ? അപ്പോൾ ഞാൻ കയറി തൊഴുത് പ്രാർത്ഥിച്ചിട്ട് വരാൻ കഴിയും. അപ്പോൾ തൊഴുതിറങ്ങി അമ്പലത്തിൽ ഇനി എന്താണ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ കൂടെ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ കാലത്ത് ഒന്ന് കഴിച്ചില്ല. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഒരു 2 മണിയായി കഴിഞ്ഞിട്ട്, 2 ഒരു 12 തിരിച്ചിറങ്ങുമ്പോൾ എന്തരായാലും 2 മണിയാകും കഴിച്ചു. ഇന്ന് ഞായറാഴ്ച കൊണ്ട് ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഞാൻ വിചാരിക്കണം ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോകുന്നതാണ്. പക്ഷേ ഇനി വേറെ ദിവസം വരുന്നതിൻ്റെ അവിടെയും കൂടെ കയറാം. ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രതീക്ഷിക്കാതെ വന്നു പോയാണ് ഇന്നത്തെ ദിവസം. പെട്ടെന്നുണ്ടായ പ്ലാനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്രോസ് ചെയ്യാൻ കഴിയും. ഈ സീബ്ര ക്രോസ് ചെയ്ത് അപ്പുറം പോകാം. രാവിലെ ഭയങ്കര തിരക്ക്. ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഒരു രക്ഷയില്ല. ഓക്കെ, ഞാൻ ചാടിക്കൂട്ടെ. അങ്ങനെ സേഫ് ആയിട്ട് നമ്മൾ പോകുന്ന സ്ഥലത്തോട്ട് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ രാവിലെ തന്നെ ഒരു നല്ലൊരു പോസിറ്റീവ് വൈബായി, മൈൻഡും ഫ്രഷായി. ഞാൻ വീട്ടിൽ നിന്ന് എഡിറ്റ് വരുത്തിയത് വട്ടായിരിക്കുകയായിരുന്നു. ഒരു റിലീഫായി. അപ്പോൾ ഇനി നേരെ ബസ് കയറുക, വീട്ടിൽ പോകാം. ഫൈനലി നമ്മൾ ട്രിവാൻഡ്രം ബസ് സ്റ്റാൻഡ് എത്തിയിരിക്കുകയാണ്. നെടുമങ്ങാട് ബസ് കണ്ടുപിടിക്കണം. ഇനി എവിടെ എന്തോ കിടക്കണം, നോക്കട്ടെ. ഇത് നെടുമങ്ങാടാണെന്ന് തോന്നുന്നു. നമുക്ക് ഫ്രണ്ടിൽ പോയി നോക്കാം. ഓക്കെ, ഇത് നെടുമങ്ങാടാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഈ ബസ്സിൽ കയറി നേരെ വീട്ടിൽ പോയാണ്. ഇനി ഫുഡ് കഴിക്കണം, ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. നേരെ ബസ് കയറുക, വീട്ടിൽ പോകാം. വീട്ടിൽ പോയിട്ടാണ് ഗൈസ്. ഇപ്പോൾ സമയം 11:57. വയറ് പക്ഷെ നോക്കാട് വേണം. ഇനി നേരെ എന്താ കയറിപ്പോവുകയാണ്. വീടിൻ്റെ ഫ്രണ്ട് എത്തിയപ്പോൾ എന്താ ഭാർഗവി കുട കൊണ്ടുവന്നു. അപ്പോൾ ഇതാ ഉണ്ണിക്കുട്ടൻ ഹെയർ ഇതെന്തരി മുടിയാക്കട്ട്. ഉണ്ണിക്കുട്ടൻ മുടിയൊക്കെ ഇട്ടി സെറ്റ്. ഇത് ഏതാ സിനിമയിലടാ? വിജയിലെ മറ്റേ തെറിയില്ല കേട്ടോ. ആദ്യക്ക് നാണമാണ്. നാണം വന്ന് എനിക്ക് എന്തെങ്കിലും താണോ വയറ് ചേക്കണം. പുട്ടും സാമ്പാറും മതി. വയറ് വെച്ചേക്കണേ. അയ്യോ, ഇനി ഞാൻ വന്ന് ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്യുന്ന ഈ ഡ്രസ്സൊന്ന് മാറിയിട്ട് വീട്ടിലെ ഡ്രസ്സൊക്കെ ഇട്ട് നമുക്ക് പുട്ടും സാമ്പാറും കഴിക്കാൻ കഴിയും. പവർ വരട്ടെ. പുട്ടും സാമ്പാറും വന്നേ. ഇനി ഇതിനെ കൂട്ടിക്കുഴച്ച് കഴിക്കാം നമുക്ക്. ചക്ക വിശന്നിരുന്ന് കഴിച്ചുകൊണ്ട് ഭയങ്കര ടേസ്റ്റ്. സാമ്പാർ ഇസ് മൈ ഫേവറേറ്റ് കറി. സാമ്പാറും പുട്ടും കൂടെ ആകുമ്പോൾ തന്നെയായ കോമ്പിനേഷൻ ഗൈസ്, അടിപൊളി. ഗായ്സ്, ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഇന്നലത്തെ പോലെ തന്നെ സെയിം വൈബ്. കുറെ മഴ പെയ്ത് എന്നിട്ട് ഇപ്പൊ തോന്നുന്നു വീണ്ടും നെക്സ്റ്റ് മഴക്കോളായിട്ടിരിക്കുകയാണ്. അയ്യോ, ആകാശമൊക്കെ നല്ല സെറ്റ് ആയിട്ട് ഇപ്പൊ പെയ്യും മഴ. ആ ലെവലിൽ നിൽക്കുന്നു. ഗായ്സ്, നിങ്ങൾക്ക് ഞാൻ എൻ്റെ കുളം കാണിച്ചു തരാണ്. ഞാൻ മുമ്പത്തെ കുറച്ച് വ്ളോഗിൽ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഇതിലേ നടന്നു പോകണം. വീട്ടിൻ്റെ
കുറച്ചപ്പുറം. ഇതാണ് എന്റെ കുളം ഗൈസ്. ഇതിന് എത്ര നാളത്തെ പഴക്കമുണ്ടെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ വീഡിയോ പൗസ് ചെയ്തിട്ട് കമന്റ് ഇട് ഗൈസ്. ഇതിന് ഏകദേശം 75 കൊല്ലത്തെ പഴക്കമുണ്ട്. ഒരു തലമുറയിലെ പഴക്കം ഈ ഒരു കുളത്തിനുണ്ട്. അയ്യോ മഴ പറഞ്ഞു. ബാക്കി കഥ ഞാൻ വീട്ടിൽ പോയിട്ട് പറയാമേ. അയ്യോ മഴ 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 ഗൈസ്, മഴ മഴ മഴ. അയ്യോ മഴ വരുന്നേ ഫോൺ അറിയിപ്പോ. പുല്ലി മഴയ്ക്ക് ഒരു കുറവുമില്ല. നമ്മൾ കുളത്തിന്റെ സ്റ്റോറി പറയാം കഴിച്ചു. അല്ല നമ്മളിപ്പോൾ അവിടെ പോയിട്ട് തിരിച്ചു വന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സാണ്. രാവിലെ തൊട്ട് പോകുന്നു തിരിച്ചു വരുന്നു. ഇത് തന്നെ രാവിലെ തൊട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഷൂട്ട് ചെയ്യാനും പറ്റാനില്ല. ഇന്നലെ വൈകുന്നേരം തൊട്ട് തുടങ്ങിയ മഴയാണ്, ഒരു രക്ഷയില്ല. ഞാൻ കുളത്തിന്റെ കഥ പറയാൻ കഴിയും. ആ കുളത്തിനെ നമ്മൾ വാൽക്കുളം എന്നാണ് വിളിക്കുന്നത്. ചെറിയ കുളമാണ്. സാധാരണ നോർമൽ കുളത്തിൽ ചെറുതായിട്ടുള്ള കുളത്തിനെ വാൽക്കുളം എന്നാണ് വിളിക്കുന്നത്. ഏകദേശം 75 കൊല്ലത്തെ പഴക്കമുണ്ട് ആ ഒരു സംഭവത്തിന്. കാണുമ്പോൾ നമുക്ക് അത്രയും തോന്നില്ലായിരിക്കും. എന്റെയൊക്കെ ചെറുതിലേ ഞാൻ കണ്ടു വളർന്ന് വന്ന കുളമാണ് എന്ന് പറഞ്ഞാൽ. പിന്നെന്താണ്, പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു എക്സാക്ട് മെമ്മറി എന്ന് പറഞ്ഞാൽ ഈ കുളം ഇറക്കി പണ്ട് കുറെ മീനുകളൊക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത്. ഈ കുളം ഇറക്കുമ്പോൾ ഇതിന്റെ അകത്തുനിന്ന് മറ്റേ വെളുത്ത ചെളിയാണ് വരുന്നത്. അതായത് വെളുത്ത കളിമണ്ണ് പോലത്തെ ചെളിയാണ്. അതായത് നമ്മള് മുകളിൽ നിന്ന് മലയിൽ നിന്ന് വരുന്ന ഊറ്റാണ് ഈ കുളത്തിൽ വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അത് ഭയങ്കര തെളിനീര് പോലത്തെ വെള്ളമായിരിക്കും. വീട്ടാവശ്യത്തിന് എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. പണ്ട് പാത്രം കഴുകാനും എല്ലാത്തിനും സംഭവം കുളത്തിൽ നിന്നാണ് എടുത്തുകൊണ്ടിരുന്നത്. കിണറ്റിൽ വെള്ളം കുറയുന്ന ടൈമിൽ. സാധാരണ നമ്മളിവിടെ വയൽ പ്രദേശമാണ്. താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയൽ പ്രദേശം, മുകളിലോട്ട് മലയും സംഭവങ്ങളൊക്കെയാണ്. അപ്പൊ അവിടുന്ന് വരുന്ന വെള്ളം കൊണ്ട് ഫ്രണ്ടിൽ വയലായിരുന്നു, വീടിന്റെ ഫ്രണ്ടിൽ. അപ്പോൾ ആ വയലിൽ നിന്ന് വരുന്ന വെള്ളം കിണറ്റിലും വരും. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിന് വലിയ കുറവ് വരാറില്ല നമുക്ക് ഈ വേനൽ ടൈമിൽ. എന്നാൽ മഴ ടൈമിലാണ് ഏറ്റവും വലിയ പ്രശ്നം. വീടിന്റെ മുറ്റോ സംഭവങ്ങളും എല്ലാം കംപ്ലീറ്റ് വെള്ളമായിരിക്കും. എന്റെ അച്ഛാമ്മേരെയൊക്കെ ഒരു ചെറിയ കാലത്തെ വെട്ടിയ കുളമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്ക് എക്സാക്ട് സ്റ്റോറി അറിഞ്ഞൂടെ. എന്തായാലും എന്റെ അറിവിലുള്ള കഥ ഞാൻ പറഞ്ഞുതരാം. അച്ഛാമ്മയൊക്കെ തന്നെ ഏകദേശം 75 വയസ്സിൽ എന്തോണം മരിച്ചത്. അത് കഴിഞ്ഞു. അപ്പൊ അത്രയും വർഷത്തെ പഴക്കം ഈ ഒരു കുളത്തിനുണ്ട്. അപ്പൊ അതുകൊണ്ട് ചെറുതിലേ ഞാൻ ഇങ്ങനെ കാണുന്ന കുളമാണ്. പിന്നെ പണ്ട് ഇഷ്ടം പോലെ മീൻ സംഭവങ്ങളെ കൊണ്ട് വളർത്തി ഇടുവരുന്നു. പിന്നീട് കുളത്തിൽ വെള്ളം നിറയും. മഴ വരുമ്പോൾ നല്ല വെള്ളം നിറയും. വെള്ളം നിറഞ്ഞിട്ട് ഈ മീനുകളെല്ലാം താഴെ ഇങ്ങനെ വെള്ളം ഒലിച്ചു പോകുമ്പോൾ അതിലേക്കൂടെ ഒലിച്ചു പോയി നേരെ തോട്ടിൽ, ഇതിന്റെ സൈഡിൽ ഒരു ചാലുണ്ട്. അപ്പൊ അവിടെ ചെന്ന് ഇറങ്ങി അവിടെ നിന്ന് നേരെ തോട്ടിൽ പോകും. അങ്ങനെ സംഭവിച്ച് ഞാൻ പിന്നെ അത് മീൻ വളർത്തലില്ല കഴിച്ചു. മീൻ വളർത്തി ഇപ്പം വീട്ടിൽ വളർത്തിയിട്ട് വീട്ടിൽ തന്നെ അതിനെ കൊല്ലണതിനോട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അത് പോട്ട്. അതുകൊണ്ട് ഇപ്പം വളർത്തൊക്കെ ഒന്നുമില്ല മീൻ. അങ്ങനെ അതാണ് ആ ഒരു കുളത്തിന്റെ എക്സാക്ട് ഒരു ഔട്ട്ലൈൻ, ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ. ചെറിയൊരു സ്റ്റോറി ആണെങ്കിൽ നമുക്ക് കേൾക്കുമ്പോൾ ഒരു നെസ്റ്റാൾജിയും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം വരും. അപ്പൊ അതുകൊണ്ടാണ് ഇതിവിടെ ഈ വ്ളോഗിൽ പറഞ്ഞത്. ഓക്കെ, ഹോപ്പ് യു ഗൈസ് യു ലൈക്ക് ഇറ്റ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇവിടെ വെച്ച് എൻഡ് ചെയ്യിപ്പിക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. ഇന്നലെ നമ്മൾ ടെമ്പിളിൽ പോയി, ഇന്ന് നമ്മൾ ഫോണ്ടിന്റെ സ്റ്റോറിയും കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ 2 സംഭവങ്ങൾ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്താൻ പറ്റിയതിൽ ഒത്തിരി ഹാപ്പിനെസ് ഉണ്ട് ഗൈസ്. പിന്നെ ഇന്ന് മഴയാണ്. മഴ വന്നത് മാത്രമാണ് എനിക്കൊരു അൺഹാപ്പി ആയിട്ട് തോന്നിയത്. മഴയത്ത് നനയാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ മഴയത്ത് വീഡിയോ ഷൂട്ട് ചെയ്യണ പാടാണ്. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഒരു മൊബൈലും വെച്ചിട്ട് വാട്ടർ പ്രൂഫ് അല്ലാത്തതുകൊണ്ട് ഈ മഴയത്ത് ഷൂട്ട് ചെയ്യണ ഒത്തിരി പാടാണ്. ബട്ട് ഐ എൻജോയ്ഡ് എവരി മൊമെന്റ്. നമുക്ക് നൗ എന്നുള്ള ഒരു മൊമെന്റ് ഉള്ളതുകൊണ്ട് ആ മൊമെന്റ് എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് നമുക്ക് പോകാം ഗൈസ്. ഈ ഒരു മൊബൈലിലാണ് എൻ്റെ ഒരു ജേർണി ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കറിയില്ല എവിടെ എത്തുമെന്നും എങ്ങോട്ടാണ് ഞാൻ പോകുന്നതെന്നും എനിക്കറിയില്ല. ബട്ട് ഒരു കാര്യം എനിക്ക് ഷുവർ ആയിട്ട് പറയാൻ പറ്റും ഗൈസ്, ഞാൻ എത്തേണ്ട പാത എവിടെയാണ് അവിടേക്ക് ഞാൻ ഉറപ്പായിട്ടും എത്തിയിരിക്കും. അതെന്റെ ഇൻഡ്യൂഷൻ എൻ്റെ അടുത്ത് പറയുന്ന കാര്യമാണ്. ഇപ്പോൾ ഉള്ള നൗ എന്നുള്ള മൂമെന്റിൽ എനിക്ക് എന്താണ് പ്രവർത്തിക്കാൻ പറ്റുന്ന അത് മാക്സിമം ഞാൻ പ്രവർത്തിച്ചു പോകുന്നതാണ്. കാരണം ഈ ഒരു മൊബൈലിൽ വലിയ വലിയ ഹെവി വ്ളോഗുകൾ എടുക്കാനുള്ള ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ അത് ഞാൻ ലിമിറ്റ് ആയിട്ട് പറയുന്നതല്ല. നമുക്ക് എന്താണ് വീഡിയോയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് കാണുമ്പോഴേ തന്നെ അറിയാൻ പറ്റും. എനിക്ക് നല്ല ക്വാളിറ്റിയിൽ വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പൊ അതിലോട്ട് പോകണമെങ്കിൽ നമുക്ക് എന്താണ് നല്ലൊരു ഫോണിലോട്ട് അല്ലെങ്കിൽ നല്ലൊരു ക്യാമറയിലോട്ട് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ഗൈസ്. എന്ന് വെച്ചാൽ നല്ല ഒരു അപ്ഡേഷനിലോട്ട് എനിക്ക് മാറാൻ പറ്റണം. അതിനുവേണ്ടി എന്താണ് ഞാൻ കണ്ടിന്യൂസ് വ്ളോഗ് ഇടുന്നതാണ്. എന്തായാലും നിങ്ങളെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനും പറ്റുള്ളൂ. എനിക്കറിയില്ല ഞാൻ എന്താണ് വരുന്ന റിസൾട്ടിനെ കുറിച്ച് പറയാമെന്നില്ല. കീപ് ഗോയിങ് ആയിട്ട് എന്താണ് മുന്നോട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല വ്ളോഗുകൾ ഞാൻ ഉറപ്പായിട്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ എന്റർടൈൻ ചെയ്തിരിക്കും ഗൈസ്. നല്ല നല്ല കിടില വ്ളോഗുകൾ ഞാൻ കൊണ്ടുവരും ഗൈസ്. അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ്. ഇപ്പോഴേ ഇപ്പോൾ എൻ്റെ ഈ മൊബൈലിൽ എടുക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം സംഭവമാണ് ഞാൻ എടുക്കുന്നത്. അത്ര ഇതിൽ പറ്റുള്ളൂ. അതൊരു ലിമിറ്റേഷൻ ആയി പറയുന്നില്ല. എനിക്ക് ലിമിറ്റേഷൻ എക്സ്ക്യൂസ് പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. നമ്മളൊരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞ് നമ്മളത് ചെയ്തിരിക്കണം, ചെയ്ത് മുന്നോട്ട് പോയിരിക്കണം. അത് എന്റെ മനസ്സിലുള്ള ഒരു കാര്യമാണ്. ചെയ്യുക. ഇപ്പൊ എന്താണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത് ചെയ്യുക. 100% ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഗൈസ്. അതുകൊണ്ട് ഉറപ്പായിട്ട് ഞാൻ ഉദ്ദേശിച്ച ആ ഒരു പാതയിലേക്ക് ഞാൻ ചെന്ന് എത്തിയിരിക്കും. അത് ഞാൻ ഇപ്പോഴേ എന്റെ ഇൻഡ്യൂഷൻ എന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇന്നേ പ്രവർത്തിച്ച് പോവുക. ഓക്കെ, അപ്പൊ ഈ വ്ളോഗ് ഇവിടെ വെച്ച് എന്റെ ഗൈസ് മഴ വീണ്ടും തുടങ്ങി. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ ഒരു അടിപൊളി വ്ളോഗിൽ കാണുന്നവരേക്ക് ബൈ.